ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു തൊടുകറിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പൻ പുളി കൊണ്ടാണ്. ഇരുമ്പൻ പുളി കൊണ്ടാണെങ്കിലും ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഇരുമ്പൻ പുളി കൊണ്ടുള്ള ഒരു റെസിപ്പി ഞാൻ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്താ പറയുക, പ്ലേറ്റ് കാലിയാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുമ്പൻ പുളിയൊക്കെ ആദ്യം തന്നെ പറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം, അതായത് ആ ഞെട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു 4ആയിട്ടൊക്കെ കീറിയെടുക്കാം. എത്രയാണ് ഇരുമ്പൻ പുളിയുടെ സൈസ് അതനുസരിച്ച് 4ആയിട്ടൊക്കെ കീറിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പഴുത്ത ഇരുമ്പൻ പുളി എടുക്കരുത്, അതുപോലെ തന്നെ തീരെ പിരിപിരിവ് എന്നുള്ളത് അതും എടുക്കരുത് കേട്ടോ. ഒരു കറക്റ്റ് ആ ഒരു പാകത്തിനുള്ള ഇരുമ്പൻ പുളി എടുക്കുക. എന്നിട്ട് ഇതാ കട്ട് ചെയ്തത് ഒരു കുക്കറിലിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇരുമ്പൻ പുളി എത്രയാണോ എടുക്കണേ അതിൻ്റെ ഒരു പകുതിയൊക്കെ ശർക്കര എടുക്കുക കേട്ടോ. അപ്പോൾ 1 കിലോ ഇരുമ്പൻ പുളി എടുക്കണമെങ്കിൽ ഒരു 1/2 കിലോയ്ക്ക് മേലെ ശർക്കര എടുക്കുക കേട്ടോ. അത് ഒരു കുക്കറിലിട്ടും ഇടുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഇരുമ്പൻ പുളിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉലുവയും കടുകും വറുത്തെടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ആ പൊട്ടി വരുന്ന ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ അത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ട് തന്നെ 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് സെപ്പറേറ്റ് തന്നെ കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പയ്യെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുഞ്ഞ് ജാറുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എണ്ണയിൽ കടുകും ഉലുവയും താളിച്ചിടുമല്ലോ, അതുപോലെ എടുത്താലും മതി കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ എണ്ണ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇരുമ്പൻ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ അത് ഞാനൊരു വേറൊരു കടായിലിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ കുക്കറിൽ തന്നെ വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, ഒരുപാട് വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ വറുത്തെടുത്തത് ഒരു 1/2 ടീസ്പൂൺ മറ്റേ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. മുളക് പൊടി കഴിവതും കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഇതിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു എരിവുണ്ട്, പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു മധുരവും കൂടെയുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവരുത്. ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കുക. അപ്പോൾ അതായത് തണുത്തൊക്കെ കഴിയുമ്പോൾ, അതായത് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ അതായത് ഈ ഒരു കറക്റ്റ് ഒരു പരുവത്തിലോട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് ടിന്നിലടച്ച് ഫ്രിഡ്ജിലോട്ടൊക്കെ വച്ചേക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് വെച്ചാലും കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഒരു 5-6 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. ബിരിയാണിയുടെ ഒപ്പം, നെയ്ച്ചോറിൻ്റെ ഒപ്പം, അതുപോലെ ചപ്പാത്തിയോ എന്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. മെയിനായിട്ടും ബിരിയാണി നെയ്ച്ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈന്തപ്പഴം വെച്ചിട്ട് ഈ ബിരിയാണിയുടെയൊക്കെ കൂടുതൽ കഴിക്കാനായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കില്ല, ഒരു തൊടുകറിയായിട്ടുള്ള. അപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം ഇല്ലാണ്ടും ഇത് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.